നിങ്ങൾ മാത്രമായിരുന്നപ്പോൾ, അതായത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമായിരുന്നപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. യാത്ര പോവാം, രാത്രി വളരെ താമസിച്ച് സിനിമ കാണാം, അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ക്രീൻ ടൈമിനെക്കുറിച്ച്, അമിതമായ സ്ക്രീൻ ടൈം ഉപയോഗത്തിനെക്കുറിച്ച് ഇപ്പം ഒച്ച വെച്ച് സംസാരിച്ചതേ ഉള്ളൂ. ഭക്ഷണകാര്യം ഒരു രക്ഷയുമില്ല. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ പോലും കൃത്യസമയത്ത് കഴിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഫെഡപ്പായി. ശരിയല്ലേ? കുട്ടികൾ ഒരു അനുഗ്രഹമാണ്, ഒരു സംശയവുമില്ല. സത്യസന്ധമായിട്ട് പറയാമോ, ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫ് അതേപോലെയാണോ കുട്ടികൾ വന്നതിന് ശേഷം? ഇതുവരെ നിങ്ങൾ എങ്ങനെ കഴിഞ്ഞു? അതേ കണക്കായിരുന്നോ കുട്ടികൾ ഉണ്ടായതിന് ശേഷം? നിങ്ങളുടെ ക്ഷമയെ പലവട്ടം പരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ പലതും മാറിയില്ലേ? അവിടെ നിങ്ങളുടെ സ്നേഹത്തിന് കുറവ് സംഭവിച്ചോ? വിവാഹബന്ധത്തിൻ്റെ അർത്ഥതലങ്ങൾ ആവേശഭരിതമാക്കാൻ, ദാമ്പത്യബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ പരമ്പരയിലെ 18ാമത് വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ എങ്ങനെയാണ് വിവാഹബന്ധത്തെ സ്വാധീനിക്കുന്നത്? വെറും മാതാപിതാക്കൾ എന്നതിലുപരി ദമ്പതികളായ മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വളരാൻ സാധിക്കും? മാതാപിതാക്കളായി മാറുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ദമ്പതികളിൽ നിന്നും മാതാപിതാക്കളായി മാറുക എന്നത് അവിടെ പല പല മാറ്റങ്ങൾ, ചെറുതും വലുതുമായ പല പല മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ സമയം അത് പങ്കുവയ്ക്കേണ്ടി വരുന്നു. നിങ്ങളുടെ എനർജി അത് ഡൈവേർട്ട് ആവുന്നു. മൂന്നാമത് നിങ്ങളുടെ ഫോക്കസ്, അത് രണ്ടുപേരുടെയും ഫോക്കസ് കുട്ടിയിലേക്കാവുന്നു. റൊമാൻറ്റിക് നിമിഷങ്ങളും അവസരങ്ങളും ഒക്കെ മറ്റു പല കാര്യങ്ങളിലേക്കും വ്യാപരിക്കുന്നു. പച്ചക്കറി വാങ്ങിച്ചായിരുന്നോ? മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നോ? ജീവിതത്തിൻ്റെ പരിപരത്തി യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ തുടങ്ങുന്നു. വൈകാരിക തലത്തിലുണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും കുട്ടിയെ അഗാധമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഒറ്റക്കെട്ടായി മുന്നേറേണ്ട സമയത്ത്, ഒരേപോലെ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ അറിയാതെ മത്സരിക്കുന്നു. പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 4 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തത് വ്യത്യസ്ത പേരൻറ്റിങ് സ്റ്റൈൽ. ഒരാൾ വലിയ സ്ട്രിക്റ്റ് ആകുമ്പോൾ മറ്റേ ആൾ കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. ഒരാൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ മറ്റേ ആൾ വല്ലാത്ത അച്ചടക്കത്തെപ്പറ്റി പറയുന്നു. ഒരാൾ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ മറ്റേ ആൾ വിട്ടുവീഴ്ചയെ പറ്റി പറയുന്നു. രണ്ടാമത് അൺഈക്വൽ റെസ്പോൺസിബിലിറ്റി. ഒരാൾക്ക് ഫീൽ ചെയ്യുകയാണ് ഞാനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഞാൻ ഏറ്റെടുക്കുന്നത്. ചില കേസുകളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഭൂമി കറങ്ങുന്നത് തന്നെ എൻ്റെ ഒരു എഫേർട്ട് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ദമ്പതികളുണ്ടല്ലേ, ചിലരെങ്കിലും ഉണ്ട്. സോ അങ്ങനെ അൺഈക്വൽ റെസ്പോൺസിബിലിറ്റി വരുമ്പം അത് നീരസത്തിലേക്ക് നയിച്ചേക്കാം. 3, നെഗ്ലക്റ്റ് ഇൻറ്റിമസി ആൻഡ് സെക്സ്. കൂടുതൽ ശ്രദ്ധ കുട്ടിയിലേക്ക് പോകുന്നു. ജീവിതം കൂടുതൽ യാന്ത്രികമാവുന്നു. ഇൻറ്റിമസിയും സെക്സും ഒക്കെ അവിടെ മാറ്റി നിർത്തപ്പെടുന്നു. രണ്ടാമത് കുറ്റബോധവും പുറമേ നിന്നുള്ള പ്രതീക്ഷകളും. അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ബന്ധുക്കൾ, അവരുടെയൊക്കെയുള്ള ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം ഒരു ഭാഗത്ത്. ഇനി സോഷ്യൽ മീഡിയ അത് മറ്റൊരു ഭാഗത്ത്. കുട്ടി പഠിക്കുന്ന സ്കൂളും അധ്യാപകരും അവരുടെ പ്രതീക്ഷകളും ഒക്കെ മറ്റൊരു ഭാഗത്ത്. അങ്ങനെ എല്ലാ രീതിയിലും ദമ്പതികൾ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രഷറിലേക്ക്, സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെയൊക്കെ നടുവിൽ ദമ്പതികൾ മറക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മാതാപിതാക്കൾ മാത്രമല്ല, നിങ്ങൾ ദമ്പതികളാണ്, നിങ്ങൾ പങ്കാളികളാണ്. ഇനി പറയുന്ന 5 കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കളായ ദമ്പതിമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. 1, ശക്തമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാവും. 2, നിങ്ങൾ എല്ലാവരും ഒരേ ടീമിലുള്ളവരാണ്. ഇന്ത്യയും പാകിസ്ഥാനും അല്ല, 2 ടീമല്ല, ഒരേ ടീമിൽ ഉള്ളവരാണ്. ഒരേപോലെ ഒരേ കാര്യത്തിന് വേണ്ടി, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. 3, കുട്ടികളുടെ മുന്നിലുള്ള വാക്കുതർക്കങ്ങളും വഴക്കുകളുമൊക്കെ കുറയ്ക്കുക. ശരിക്കും ഒരു സമയം ഫിക്സ് ചെയ്ത്, ഒരു സമയം മുൻകൂട്ടി നിശ്ചയിച്ച് വഴക്കുണ്ടാക്കാൻ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ലല്ലേ. പക്ഷേ എന്നിരുന്നാലും കുട്ടികളുടെ മുന്നിലുള്ള ആ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി
കുട്ടികളില്ലാത്ത സമയത്ത് അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നാലാമതായി, നമുക്കറിയാവുന്നതുപോലെ വിവാഹ ജീവിതത്തിൽ ചെറുതും വലുതുമായ എഫേർട്സുകൾ രണ്ടുപേരും ഇടുന്നുണ്ട്, രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവും, ഒരു സംശയമില്ല. അങ്ങനെ ചെറുതും വലുതുമായ എഫേർട്സ് വരുമ്പം അവയെ അംഗീകരിക്കുക, റെക്കഗ്നൈസ് ചെയ്യുക, അവയെ പ്രശംസിക്കേണ്ട സമയത്ത് പ്രശംസിക്കുക, നന്ദി പറയേണ്ട സമയത്ത് നന്ദി പറയുക. അത് ചെറുതോ വലുതോ എന്നുള്ളത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അഞ്ചാമതായിട്ട്, കീപ് കപ്പിൾ ടൈം ആസ് റിച്വൽസ്. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യും അല്ലേ? അതേപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, കുറച്ച് സമയം, അത് 10 മിനിറ്റ് ആയിക്കോട്ടെ 15 മിനിറ്റ് ആയിക്കോട്ടെ, കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ അത് കണ്ടെത്തുക, സമയം കണ്ടെത്തുക. നീരജും ആശയും, എൻ്റെ കൗൺസിലിംഗ് ഡേയിൽ നിന്നുള്ള ഒരു സംഭവം. നീരജും ആശയും അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു. അവർക്കൊരു കുറച്ച് കുസൃതി കൂടിയ ഒരു കുട്ടിയുണ്ട്, സ്വീറ്റ് ചൈൽഡ്. കുട്ടിയെ നോക്കാൻ വേണ്ടി ആശ ജോലി രാജിവെച്ചു. നീരജ് എല്ലാ ദിവസവും വരുമ്പോൾ കുറച്ച് വൈകും. ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആശയിൽ വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഉടലെടുത്തു. ആശയിലുള്ള സങ്കടങ്ങളുടെ മാറാല അത് പുറത്തേക്ക് വന്നു. ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? 3 പരിഹാര മാർഗങ്ങളാണുള്ളത്. ഒന്നാമതായി, തുറന്ന സംസാരം. എന്തു തന്നെ ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, തുറന്ന് പറയുക. രണ്ടാമതായി, ഒരുമിച്ച് പ്ലാൻ ചെയ്യുക. അച്ചടക്കവും അതിർവരമ്പുകളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സെറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട്, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷമാക്കുക, ഒരുമിച്ച് ആഘോഷിക്കുക. പേരൻറ്റിങ് ആസ് എ ടീം, കോൺഫ്ലിക്റ്റ് ടു കോപ്പറേഷൻ. ഇതായിരിക്കട്ടെ നമ്മുടെ നയം, ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഈ വീഡിയോ കണ്ടപ്പോൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ നിങ്ങൾ അനുഭവിച്ച സന്തോഷങ്ങളും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നു. നിങ്ങളുടെ പരിചയത്തിലുള്ള മാതാപിതാക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ദാമ്പത്യബന്ധത്തിൽ രക്ഷകർത്താവായതിനു ശേഷം, അതായത് മാതാപിതാക്കളായതിനു ശേഷം എന്ത് വ്യത്യാസമാണ് സംഭവിച്ചത്? ആ വ്യത്യാസം അത് നല്ലതായിരുന്നോ മോശമായിരുന്നോ? എന്തു തന്നെയാണേലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.